എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി തേർഡ് അലോട്ട്മെന്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ പെർമനന്റ് അഡ്മിഷനാണോ എടുക്കേണ്ടത് അല്ലെങ്കിൽ ടെമ്പററി അഡ്മിഷനാണ് എടുക്കേണ്ടത് എന്നുള്ളത് പല വിദ്യാർത്ഥികൾക്കുമുള്ള സംശയമാണ്. ഈ ഒരു തേർഡ് അലോട്ട്മെന്റിന് ശേഷം വിദ്യാർത്ഥികൾക്ക് ഹയർ സെക്കൻഡറിയിലേക്കോ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലേക്കോ ഇതുവരെ അപേക്ഷിച്ചില്ലെങ്കിൽ പുതിയ അപേക്ഷ നൽകാൻ സാധിക്കുമോ എന്നുള്ളതും, ഈ ഒരു തേർഡ് അലോട്ട്മെന്റിന് ശേഷം ഇഷ്ടമില്ലാതെ സ്കൂളോ കോഴ്സോ ആണ് കിട്ടിയതെങ്കിൽ എന്താണ് ചെയ്യുക, സപ്ലിമെന്ററിക്ക് അപേക്ഷിക്കാൻ പറ്റുമോ എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു സംശയമാണ്. അപ്പോൾ ആ ഒരു സംശയങ്ങൾക്കെല്ലാം ഉള്ള ഉത്തരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ ഈ ഒരു തേർഡ് അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ഇഷ്ടമില്ലാത്ത സ്കൂളോ കോഴ്സോ ആണ് കിട്ടിയതെങ്കിൽ പോലും വിദ്യാർത്ഥികൾ അവിടെ പോയിട്ട് പെർമനന്റ് അഡ്മിഷൻ നേടേണ്ടത് നിർബന്ധമാണ്. അപ്പോൾ ഈ ഒരു നിങ്ങൾക്ക് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് 5ാമത്തെ ഓപ്ഷനാണ് 1ഓ 2ഓ അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. അവിടെ നിങ്ങൾ ഓൾറെഡി ടെമ്പററി അഡ്മിഷൻ നേടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തേർഡ് അലോട്ട്മെന്റ് വന്നപ്പോൾ നിങ്ങൾക്ക് എവിടെയും മാറ്റം വന്നിട്ടില്ല, അതായത് ഹയർ ഓപ്ഷനിൽ എവിടെയും അലോട്ട്മെന്റ് കിട്ടിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയെങ്കിൽ നിലവിലെ ആ ഒരു സ്കൂളിൽ പെർമനന്റ് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഒരു ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഈ ഒരു തേർഡ് അലോട്ട്മെന്റ് വന്നപ്പോൾ 3ാമത്തെ ഓപ്ഷനിലേക്ക് അലോട്ട്മെന്റ് കിട്ടിയെങ്കിൽ ഈ ഒരു 4, 5 ഓപ്ഷൻ ആ ഒരു സമയത്ത് ഡിലീറ്റ് ചെയ്യപ്പെടുകയും പിന്നീട് ഈ ഒരു 3ാമതായിട്ട് അലോട്ട്മെന്റ് ലഭിച്ച ആ ഒരു സ്കൂളിൽ പോയിട്ട് പെർമനന്റ് അഡ്മിഷൻ നേടേണ്ടതാണ്. കാരണം തേർഡ് അലോട്ട്മെന്റിന് ശേഷം ടെമ്പററി എന്നുള്ള ഒരു ഓപ്ഷൻ ഇല്ല, പെർമനന്റ് അഡ്മിഷൻ എന്നുള്ള ഓപ്ഷനാണുള്ളത്. കാരണം മുഖ്യഘട്ടത്തിൽ 3 അലോട്ട്മെന്റുകളാണുള്ളത്. അപ്പോൾ ഇനി വരാൻ പോകുന്നത് സപ്ലിമെന്ററി ഘട്ട അലോട്ട്മെന്റുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തേർഡ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് എവിടെ അലോട്ട്മെന്റ് ഉണ്ട്, അതായത് എവിടെയാണ് നിങ്ങൾ ടെമ്പററി ആയിട്ട് അഡ്മിഷൻ നേടിയിട്ടുള്ളത് അല്ലെങ്കിൽ പുതുതായിട്ട് നിങ്ങൾക്ക് ആദ്യമായിട്ട് അലോട്ട്മെന്റ് കിട്ടുന്നത്, അവിടെ പോയിട്ട് വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും സ്ഥിരപ്രവേശനം നേടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ സ്ഥിരപ്രവേശനം നേടിയിട്ടില്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ലഭിച്ചുള്ള അലോട്ട്മെന്റ് റദ്ദാക്കപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഒട്ടും പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ തേർഡ് അലോട്ട്മെന്റിന് ശേഷം പോയിട്ട് പെർമനന്റ് അഡ്മിഷൻ നേടിയാൽ മതിയാകും. ഇനി വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെന്റ് കിട്ടിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ അലോട്ട്മെന്റ് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ച് പേടിക്കേണ്ടതില്ല. കാരണം സപ്ലിമെന്ററി ഘട്ട അലോട്ട്മെന്റ് ഉണ്ട്. അപ്പോൾ സപ്ലിമെന്ററി ഘട്ട അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് വേണ്ട ഓപ്ഷനുകളൊക്കെ നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടാനുള്ള സാധ്യത തുടങ്ങും. കാരണം ഈ ഒരു അതായത് സപ്ലിമെന്ററി ഘട്ട അലോട്ട്മെന്റിന്റെ കാര്യം പറയാം. അതിനു മുമ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത സ്കൂളോ കോഴ്സോ ഒക്കെയാണ് കിട്ടുന്നതെങ്കിൽ ഈ ഒരു തേർഡ് അലോട്ട്മെന്റിന് ശേഷം ട്രാൻസ്ഫർ അലോട്ട്മെന്റ് ഉണ്ടാവും. അപ്പോൾ ട്രാൻസ്ഫർ അലോട്ട്മെന്റ് വരുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച്, അതായത് ഒരു ഓപ്ഷൻ ഉൾപ്പെടെ നിങ്ങൾക്ക് എങ്ങോട്ടേക്ക് മാറണം, അല്ലെങ്കിൽ ഏത് കോഴ്സിലേക്ക് മാറണം, അല്ലെങ്കിൽ ഏത് സ്കൂളിലേക്ക് മാറണം, അത് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഓപ്ഷൻ വെക്കാവുന്നതാണ്. അപ്പോൾ ട്രാൻസ്ഫർ അലോട്ട്മെന്റ് വരുന്ന സമയത്ത് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ട്രാൻസ്ഫർ അലോട്ട്മെന്റ് പെർമനന്റ് അഡ്മിഷൻ എടുത്തവർക്കാണ്. അതായത് അലോട്ട്മെന്റ് കിട്ടി സ്പോർട്സ് കോട്ടയിലും അതുപോലെ മെറിറ്റ് കോട്ടയിലും പെർമനന്റ് അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കാണ് ഈ ഒരു ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. അതുപോലെ തന്നെ സ്പോർട്സ് കോട്ട സെക്കൻഡ് അലോട്ട്മെന്റും ഈ ഒരു തേർഡ് അലോട്ട്മെന്റിനോടൊപ്പമാണ് വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സ്പോർട്സ് കോട്ടയിലും അതുപോലെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലും അലോട്ട്മെന്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ നിങ്ങളുടെ താല്പര്യാനുസരണം എവിടെയാണോ അഡ്മിഷൻ എടുക്കാൻ നിങ്ങൾക്ക് കൂടുതൽ താല്പര്യമുള്ള കോഴ്സും സ്കൂളും ലഭിച്ചത് അവിടെ നിങ്ങൾ അഡ്മിഷൻ നേടുക. 3 സ്ഥലത്തും കിട്ടുകയാണെങ്കിൽ അതിൽ നിങ്ങൾ എവിടെയാണ് എടുക്കേണ്ടത് എന്നുള്ളത് പ്രത്യേകം ചിന്തിക്കുക. കാരണം ഒരു സ്ഥലത്ത് എടുത്തു കഴിഞ്ഞാൽ മറ്റേത് ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ചെയ്യപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു 3ാമത്തെ അലോട്ട്മെന്റിൽ ഏത് ഓപ്ഷൻ ലഭിച്ചാലും നിങ്ങൾ പെർമനന്റ് അഡ്മിഷനാണ് എടുക്കേണ്ടത് എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് പിന്നീട് ഇഷ്ടമില്ലാത്ത സ്കൂളോ കോഴ്സോ ഒക്കെയാണ് കിട്ടുന്നതെങ്കിൽ ട്രാൻസ്ഫർ അലോട്ട്മെന്റ് ആയിട്ട് അപ്ലൈ ചെയ്യാം. ഒരു ഓപ്ഷൻ ഉൾപ്പെടെ നിങ്ങൾക്ക് എത്ര ഓപ്ഷൻ വേണമെങ്കിലും വെക്കാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ അത് ക്യാൻസൽ ചെയ്യാനോ അല്ലെങ്കിൽ ട്രാൻസ്ഫറിന് അപേക്ഷിച്ചാൽ അത് ഡിലീറ്റ് ചെയ്യാനോ ഒന്നും സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് അപ്ലൈ ചെയ്യുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് താല്പര്യമുള്ള, അതായത് ഈ ഒരു ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ പോകും, അതുപോലെ തന്നെ നിങ്ങൾ അഡ്മിഷൻ നേടുമെന്ന് ഉറപ്പുള്ള സ്കൂളും കോഴ്സുകളും മാത്രമേ വെക്കാവൂ. അതുപോലെ പല വിദ്യാർത്ഥികളും ട്രാൻസ്ഫർ ഓപ്ഷൻ വെക്കുന്ന സമയത്ത് ചിലപ്പോൾ സ്കൂളിൻ്റെ കോഡ് മാറിപ്പോകും അല്ലെങ്കിൽ കോഴ്സ് മാറിപ്പോകും. അതായത് നിങ്ങൾ ഒരു ഉദാഹരണത്തിന് നിങ്ങൾക്ക് ബയോളജി സയൻസ് ആണ് പഠിക്കാൻ താല്പര്യമുള്ളതെങ്കിൽ ബയോളജി സയൻസ് മാത്രമേ ഓപ്ഷൻ കൊണ്ടുപോയിട്ട് വെക്കാവൂ. അല്ലാതെ മുമ്പ് വെച്ചതുപോലെ നിങ്ങൾ ബയോളജി സയൻസ്, കമ്പ്യൂട്ടർ സയൻസ്, കൊമേഴ്സ് ഈ ഒരു രീതിയിൽ വെക്കരുത്. നിങ്ങൾക്ക് ഏതാണ് പഠിക്കാൻ താല്പര്യം, ഏത് സ്കൂളിലാണ് പഠിക്കാൻ താല്പര്യം, അത് മുൻഗണനാക്രമത്തിൽ നൽകുകയാണ് ചെയ്യേണ്ടത്. കാരണം മുൻപ് ഈ ഒരു വിദ്യാർത്ഥിക്ക് ബയോളജി സയൻസ് ആയിരുന്നു കിട്ടിയത്. മറ്റൊരു സ്കൂളിൽ വെക്കാൻ പോയപ്പോൾ ആ ഒരു വിദ്യാർത്ഥി നൽകിയിട്ടുണ്ടായിരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത്, ആ ഒരു കുട്ടി മാറിപ്പോയിട്ട് ആ ഒരു കുട്ടി വെച്ച ഓപ്ഷൻ എന്ന് പറയുന്നത് ബയോളജി സയൻസിന് പകരം ഹ്യൂമാനിറ്റീസ് ആയിരുന്നു കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഈ ഒരു അലോട്ട്മെന്റ് വന്നപ്പോൾ ആ ഒരു കുട്ടിക്ക് ഈ ഒരു ഹ്യൂമാനിറ്റീസിലേക്ക് അലോട്ട്മെന്റ് കിട്ടി. അപ്പോൾ പിന്നീട് ആ ഒരു വിദ്യാർത്ഥി പറഞ്ഞു എനിക്ക് ആ ഒരു സയൻസ് തന്നെയാണ് വേണ്ടത്. എന്നിട്ട് പിന്നീട് അടുത്ത ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്തിട്ടാണ് ആ ഒരു വിദ്യാർത്ഥിക്ക് ട്രാൻസ്ഫർ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത സ്കൂളോ അല്ലെങ്കിൽ കോഴ്സോ നിങ്ങൾ ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് വെക്കാനായിട്ട് പാടില്ല. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അഡ്മിഷൻ ആഗ്രഹിക്കുന്ന ഒരു ഓപ്ഷൻ ആണെങ്കിൽ ഒരു ഓപ്ഷൻ മാത്രം വെച്ചാൽ മതി. നിങ്ങളുടെ താല്പര്യം എന്താണോ അതിനനുസരിച്ച് മാത്രമേ വെക്കാനായിട്ട് പാടുള്ളൂ. ഇനി ഒരു തേർഡ് അലോട്ട്മെന്റിന് ശേഷം എവിടെയും അലോട്ട്മെന്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങൾ സപ്ലിമെന്ററി ഘട്ട അലോട്ട്മെന്റിനായിട്ട് അപേക്ഷിക്കേണ്ടതാണ്. ഇതുവരെ ഹയർ സെക്കൻഡറിയിൽ അപേക്ഷിക്കാത്ത വിദ്യാർത്ഥികൾ ഹയർ സെക്കൻഡറിയിലേക്കും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ അപേക്ഷിക്കാത്ത വിദ്യാർത്ഥികൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലേക്കും അപേക്ഷിക്കുകയും നിങ്ങൾക്ക് ആ ഒരു സമയത്ത് അലോട്ട്മെന്റ് കിട്ടാനുള്ള സാധ്യത കൂടുകയും ചെയ്യും. കാരണം സപ്ലിമെന്ററി ഘട്ട അലോട്ട്മെന്റിൽ 1, 2, 3 അലോട്ട്മെന്റുകളിൽ അലോട്ട്മെന്റ് ലഭിച്ച ഒരു വിദ്യാർത്ഥിയും സപ്ലിമെന്ററി ഘട്ട അലോട്ട്മെന്റിലായിട്ട് പരിഗണിക്കുന്നതല്ല. ഈ ഒരു അപേക്ഷ നൽകുമ്പോൾ അപേക്ഷയിൽ വല്ല തെറ്റുകൾ കാരണം അലോട്ട്മെന്റ് കിട്ടിയിട്ടും അഡ്മിഷൻ കിട്ടാതിരുന്ന വിദ്യാർത്ഥികൾക്കും അപേക്ഷിച്ചിട്ട് ഇതുവരെ അലോട്ട്മെന്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്കും ഇതുവരെ അലോട്ട്മെന്റിനായിട്ട് അപേക്ഷ നൽകാൻ സാധിക്കാതിരിക്കുന്ന വിദ്യാർത്ഥികൾക്കുമാണ് സപ്ലിമെന്ററി ഘട്ട അലോട്ട്മെന്റിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക. അലോട്ട്മെന്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക്, അതായത് 1, 2, 3 അലോട്ട്മെന്റുകളിൽ അലോട്ട്മെന്റ് ലഭിച്ചിട്ട് അപേക്ഷയിലെ തെറ്റൊന്നുമില്ല, പക്ഷെങ്കിൽ അവർ അഡ്മിഷൻ നേടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെന്റിന് അതായത് പങ്കെടുക്കാൻ സാധിക്കില്ല.
ഉണ്ടായിരിക്കില്ല. അതുപോലെ തന്നെ നിങ്ങൾ ഹയർ സെക്കൻഡറിയിൽ നോൺ ജോയിനിങ് ആയിട്ടുള്ള ഒരു വിദ്യാർത്ഥിയാണെങ്കിലും നിങ്ങൾക്ക് സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കുന്നതല്ല. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ മറ്റൊരു ജില്ലയിലേക്കോ അല്ലെങ്കിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലേക്കോ അപേക്ഷ സമർപ്പിച്ച് അതുവഴി അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ അഡ്മിഷൻ നേടാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾ തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾ ഈ ഒരു പെർമനൻറ്റ് അഡ്മിഷനാണ് എടുക്കേണ്ടതായിട്ട് വരിക. അപ്പോൾ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ എല്ലാ വിദ്യാർത്ഥികൾക്കും ഇഷ്ടപ്പെട്ട ഓപ്ഷൻ തന്നെ അലോട്ട്മെൻ്റ് ആയിട്ട് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾ ഒട്ടും ടെൻഷൻ അടിക്കേണ്ട യാതൊരുവിധ ആവശ്യമില്ല. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.